ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ത്യയിൽ തന്നെ ചരിത്രം തിരുത്തിക്കുറിച്ച് തിയേറ്ററുകളിലെ ബോക്സ് ഓഫീസിന്റെ കളക്ഷന്റെ കാര്യത്തിലെല്ലാം തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ തെലുഗു പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ അല്ലു അർജുൻ നായകനെത്തിയ പുഷ്പ 2 ദി റൂൾ. സുകുമാരന്റെ സംവിധാനത്തിൽ അല്ലു അർജുൻ, ഫഹദ് ഫാസിൽ, രശ്മിക മന്ദാന തുടങ്ങിയവരെല്ലാം തന്നെ അഭിനയിച്ച സിനിമ വെറും 2 ദിവസങ്ങൾ കൊണ്ട് ഒഫീഷ്യൽ കളക്ഷൻ പ്രകാരം 449 കോടി എന്ന ഒരു വമ്പൻ കളക്ഷനാണ് നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ 3-ാം ദിവസത്തെ കേരള ട്രാക്കിംഗ്, കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകളെല്ലാം തന്നെ വന്നിരിക്കുകയാണ്. ശനിയാഴ്ച ദിവസത്തെ സിനിമയുടെ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പ്രേക്ഷകരോട് സൂചിപ്പിച്ചതുപോലെ ഒരൽപ്പം കളക്ഷൻ ഇടിവ് വെള്ളിയാഴ്ച അപേക്ഷിച്ച് ശനിയാഴ്ച ഇന്ന് കേരളത്തിൽ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ ഇതേ സമയം 1,06,00,000 മുകളിലാണെങ്കിൽ ഇന്ന് 1 കോടിയിൽ പരമാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ ഇന്നലെ 2,25,00,000 കേരള ഗ്രോസ് ഉണ്ടായിരുന്ന സിനിമയ്ക്ക് ഇന്നും 2 കോടി കളക്ഷൻ കടക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 2,20,00,000 കേരള ഗ്രോസ് ആണ് ആദ്യ ശനിയാഴ്ച പുഷ്പ 2 കേരള കളക്ഷനായിട്ട് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആകെ 3 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ സിനിമ 10 കോടി കടക്കുകയാണ്. 11 കോടിക്കടുത്തേക്ക് സിനിമയുടെ 3 ദിവസത്തെ കേരള ഗ്രോസ് എത്തും. നെഗറ്റീവ് അഭിപ്രായങ്ങൾ കൊണ്ട് വളരെ ഡീസന്റ് കളക്ഷൻ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ അറിയിച്ചുകൊള്ളട്ടെ. ഇനി വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ സിനിമയ്ക്ക് ഇന്നലെ വെള്ളിയാഴ്ച 150 കോടിയിലേറെ വേൾഡ് വൈഡ് കളക്ഷൻ ആണല്ലോ ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരവും ട്രാക്കേഴ്സ് കണക്കുകൾ പ്രകാരവും കടന്നത്. ഇന്നും 150 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടക്കുമെന്ന് ഉറപ്പാണ്. അതിനുമപ്പുറം 160-170 കോടി റേഞ്ചിലാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അത് ശരിവയ്ക്കുകയാണെങ്കിൽ വെറും 3 ദിവസങ്ങൾ കൊണ്ട് 500 കോടി വേൾഡ് വൈഡ് ഗ്രോസ് അല്ല, 150 കോടി കളക്ഷൻ അല്ല, 600 കോടിക്കടുത്ത് വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് പുഷ്പ 2 വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ വെറും 3 ദിവസങ്ങൾ കൊണ്ടെത്തപ്പെടുന്നതാണ്. 580 കോടിയോളം രൂപ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് ട്രാക്കേഴ്സ് എസ്റ്റിമേറ്റ് ആയിട്ട് ഇതിനോടൊപ്പം തന്നെ 3 ദിവസത്തെ കളക്ഷൻ ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഒരുപക്ഷെ നാളെ 600 കോടിക്ക് അപ്പുറമുള്ള പോസ്റ്റർ മൈത്രി മൂവി മേക്കേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ നോക്കിയാലും പുഷ്പ 2 ട്രാക്കേഴ്സ് കണക്കിലാണെങ്കിലും ഒഫീഷ്യൽ കളക്ഷൻ പ്രകാരമാണെങ്കിലും വാക്കുകൾക്ക് അതീതമായ ഒരു കളക്ഷനാണ് 3 ദിവസങ്ങൾ കൊണ്ട് ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇനി സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ആദ്യ ആഴ്ചയിലെ ഞായറാഴ്ച ദിവസം. നാളെ കൂടി ഒരു വമ്പൻ കളക്ഷൻ ഉറപ്പാക്കിയ സിനിമയുടെ അടുത്ത കൃത്യമായ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.